ഹരേ കൃഷ്ണ, രാധേ രാധേ ശ്യാം. ഓങ്കും ഗുരുഭ്യോ നമഃ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇക്കഴിഞ്ഞ ദിവസം ഒരു 2 ആഴ്ച മുമ്പ് നടന്ന ഒരു മഹാ അത്ഭുതം അത് പറയാം. ഗുരുവായൂരിൽ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയാണ്. അപ്പോൾ മാർച്ച് 10-ാം തീയതി, ഈ കഴിഞ്ഞ മാർച്ച് 10-ന് ആനയോട്ട മത്സരം ഉണ്ടായിരുന്നു. ആ ആനയോട്ട മത്സരത്തിൽ ഭഗവാന്റെ തന്നെ സ്വന്തം ആനയായ ബാലു എന്ന ആനയാണ് അതിൽ വിജയിച്ചത്. അപ്പോൾ അതിനെക്കുറിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിലെ കീഴ്ശാന്തിമാരിൽ ഒരാളായ ആ കീഴ്ശാന്തി അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്. അന്നേ ദിവസം 10-ാം തീയതി ഉത്സവത്തോടനുബന്ധിച്ചുള്ള ആ ദിവസം ഉച്ചപൂജയ്ക്ക് ഭഗവാനെ അലങ്കരിച്ചു, അല്ലേ? എല്ലാ ദിവസവും ഭഗവാനെ ഓരോരോ രീതിയിൽ അലങ്കരിക്കാറുണ്ട്. അന്ന് ഭഗവാനെ അലങ്കരിച്ചതെന്ന് പറഞ്ഞാൽ ഭഗവാന്റെ കയ്യിൽ ഒരു താമരപ്പൂവായിട്ട് ഇങ്ങനെ നിൽക്കുന്നതായിരുന്നു ആ അലങ്കാരത്തിൽ ഉണ്ടായിരുന്നത്. അന്ന് ഉച്ചപൂജ സമയത്ത് ഭഗവാനെ കണ്ട് തൊഴുത എല്ലാ ഭക്തജനങ്ങൾക്കും ഭഗവാന്റെ ആ രൂപം അതിവിശിഷ്ടമായി, അതീവ ഭംഗിയായി തോന്നി. തൊഴുതു കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് അവിടെ ഇന്ന് പറഞ്ഞു, ഭഗവാന്റെ കയ്യിൽ ആ താമരപ്പൂവായിട്ട് ഭഗവാൻ നിൽക്കുന്നത് കാണാൻ വളരെ ഭംഗിയായിരുന്നു. അപ്പോൾ ഇത് ചാർത്തി ആ ശാന്തിക്കാരനും ആ കീഴ്ശാന്തിയും ഇതെല്ലാം കേൾക്കുന്നുണ്ട്. അദ്ദേഹത്തോടും ചെന്ന് ചോദിച്ചു ചില ആൾക്കാർ, അങ്ങാണോ ആ ഭഗവാന് കളഭാലങ്കാരം ഉണ്ടാക്കിയത്? ഭഗവാന്റെ കയ്യിൽ താമരപ്പൂവായിട്ട് നിൽക്കുന്നത് വളരെ ഭംഗിയാണ്. ഭഗവാൻ ആർക്കാണ് ആ താമരപ്പൂ കൊടുക്കാനായിട്ട് നിൽക്കുന്നത് എന്ന് ചില ഭക്തജനങ്ങൾ ആ തിരുമേനിയെടുക്കെ ചോദിച്ചു. അപ്പോൾ ആ തിരുമേനി പറഞ്ഞ ഇതാണ്, അറിയൂല, കണ്ണൻ എന്താണ് വിചാരിക്കുന്നത് നമുക്കറിയില്ലല്ലോ, കണ്ണൻ ആർക്കെങ്കിലും കൊടുക്കുമായിരിക്കും എന്ന് ആ തിരുമേനി മറുപടി പറഞ്ഞു. അങ്ങനെ അതേ ദിവസം 3 മണിയോടുകൂടി ഭഗവാന്റെ തിരുനടയിൽ ആനയോട്ട മത്സരം നടക്കുകയാണ്. ഭഗവാന്റെ സ്വന്തം ആനയായ ബാലു. അപ്പോൾ ആ ആനകളെല്ലാം 10 ദിവസത്തോളം ഭഗവാന്റെ ആ തിരുസന്നിധിയിലുണ്ട്. ആ ആനകളെല്ലാം ഭഗവാൻ നോക്കുന്നു എന്നാണ് സങ്കല്പം. അവിടെ തന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ തന്നെ നിൽക്കുകയാണ് ആ ബാലു എന്ന ആന. അന്നേ ദിവസം ആ 3 മണിക്കത്തെ ആനയോട്ട മത്സരത്തിൽ ബാലു എന്ന ആന വിജയശ്രീ ലാളിതനായി. അന്നേ ദിവസം 4:30 മണിക്ക് നട തുറക്കുന്ന സമയത്ത് ആ ശിവേലിക്ക് ആ ഭഗവാന്റെ തിടം പേറ്റിയത് ഈ ബാലു എന്ന് വിജയിച്ച ആനയാണ്. അങ്ങനെ ആ ബാലു എന്ന ആന ഭഗവാന്റെ തിടം പേറ്റി. അതിനുശേഷം 5 മണിയോടുകൂടി ഈ ആനയെ പാപ്പാൻ കൊണ്ടുപോയി ആ ക്ഷേത്ര പരിസരത്ത് തളയ്ക്കുകയും ചെയ്തു. അവന് തീറ്റയൊക്കെ ഇട്ട് കൊടുത്തു. അവന് ഇതിങ്ങനെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയം. ഇതേ സമയത്ത് ഭഗവാൻ കളഭ അലങ്കാരം ചെയ്ത ആ തിരുമേനിയും ആ സമയത്ത് പുറത്തെവിടെയോ നിൽക്കുന്നുണ്ട്. അങ്ങനെ ആ തിരുമേനി നോക്കി നിൽക്കുന്ന സമയത്ത് തിരുമേനി പറയുന്നത് ഇങ്ങനെയാണ്, ഒരു 2.5-3 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു കുഞ്ഞു ബാലൻ, ഒരു കുഞ്ഞുണ്ണി, നല്ല രസമുണ്ട് അവനെ കാണാൻ. അവൻ്റെ കയ്യിലൊരു താമരപ്പൂവുമുണ്ട്. ആ താമരപ്പൂവും പിടിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ആ ബാലു എന്ന ആനയുടെ മുന്നിലേക്ക് എത്തിയിട്ട് അത് ആനയുടെ നേരെ നീട്ടി. ആ ബാലു എന്ന ആന ആ സമയത്തോടെ പാപ്പാനൊന്നും ഇല്ല, തൊട്ടടുത്ത് നിൽപ്പില്ല, അവരാരും കാണുന്നില്ല. അപ്പോൾ ഈ തിരുമേനി ദൂരെ നിന്ന് കാണുകയാണ് ഒരു കുഞ്ഞു ബാലനെ, 2.5-3 വയസ്സ് തോന്നിക്കുന്ന ഈ ബാലന്, ആ കുഞ്ഞുണ്ണി ആനയുടെ നേരെ, ആ ബാലു എന്ന ആനയുടെ നേരെ ഈ താമരപ്പൂ ഇങ്ങനെ നീട്ടി. പെട്ടെന്ന് തന്നെ ആന ആ താമരപ്പൂ ഇങ്ങ് മേടിച്ചു. അടുത്ത സെക്കൻഡിൽ ഏതോ ഒരു മുതിർന്ന ഒരാൾ വന്ന് ആ കുട്ടിയെ ഇങ്ങനെ പിടിക്കുകയും ഇത് കാണുന്ന പാപ്പാൻ ഓടി വരികയും ചെയ്തു. ഈ നിമിഷത്തിൽ ആ കുട്ടി എവിടേക്കോ ഇങ്ങനെ പെട്ടെന്ന് ഓടിപ്പോകുന്നതാണ് കണ്ടത്. അപ്പോൾ ഇനി തിക്കിലും തിരക്കിലും ഇടയിൽപ്പെട്ട് ആരുടെയെങ്കിലും കൂട്ടം തെറ്റി വന്നതാണോ ഈ കുഞ്ഞെന്ന് അവരൊക്കെ ചിന്തിച്ചു. അവരൊക്കെ അവിടെയൊക്കെ തിരഞ്ഞു നോക്കി, ഈ കുട്ടിയെ കണ്ടില്ല. അപ്പോൾ ഓർക്കൂ, അല്ലെങ്കിൽ നോക്കൂ, ഇവിടെ ആ കുഞ്ഞുണ്ണിയായി വന്ന് ആ താമരപ്പൂ ബാലു എന്ന ആനയ്ക്ക് കൊടുത്തതാരാണ്? ആ തിരുമേനി പറയുന്നു, ആ
ആ തിരുമേനിയുടെ അനുഭവത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ, ഒരുപാട് അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ആളാണ് ആ കീഴ്ശാന്തി എന്ന് പറയുന്നത്. അദ്ദേഹം പറയുന്നു അത് ഗുരുവായൂരപ്പനല്ലാതെ മറ്റാരുമല്ല വന്നത്. അവരൊക്കെ കൂട്ടം തെറ്റിയെന്നും കണ്ട് അവിടെയൊക്കെ പരതി നോക്കി, അങ്ങനെ ഒരു കുട്ടി എവിടെയെങ്കിലും കാണാനും സാധിച്ചിട്ടില്ല. ഇതിനു മുമ്പ് അങ്ങനെ ഒരു കുട്ടിയെയും കണ്ടിട്ടില്ല. അപ്പം ഭഗവാന്റെ അത്ഭുതം ഇതാണ്, ഭഗവാൻ കാട്ടുന്ന ലീല ഇതാണ്. അന്ന് ഉച്ചയ്ക്ക് കളഭ അലങ്കാര സമയത്ത് ഒരുപാട് ഭക്തജനങ്ങൾ ചോദിച്ചു, ഈ താമരപ്പൂ ആർക്ക് കൊടുക്കും ഭഗവാൻ എന്ന്. അതിനുള്ള ഉത്തരവായിരുന്നു അന്ന് ഭഗവാന്റെ സ്വന്തം ആനയായ ആനയോട്ടത്തിൽ വിജയിച്ച ബാലു എന്ന ആനയ്ക്കാണ് ഭഗവാൻ ആ താമരപ്പൂ കൊണ്ട് കൊടുത്തത്. വേണമെങ്കിൽ ഇത് കേൾക്കുമ്പോൾ ഭക്തിയില്ലാത്ത അല്ലെങ്കിൽ എന്തിനേ വിമർശന ബുദ്ധിയോടെ കാണുന്ന ആൾക്കാർ പറയും ഇതൊക്കെ മനസ്സിൻ്റെ തോന്നല, ഏതോ ഒരു കുട്ടി കൊണ്ട് കൊടുത്തു, അത് ഭഗവാനല്ല എന്നൊക്കെ പറയും. പക്ഷേ ഭഗവാനെക്കുറിച്ച് അറിയാവുന്ന, ഭഗവാന്റെ ലീലകളെക്കുറിച്ച് അറിയാവുന്ന നമ്മളെപ്പോലെയുള്ളവരല്ലേ, ഭഗവാന്റെ ലീലകളെക്കുറിച്ച് അറിയാവുന്നവർ അത് ഭഗവാനാണെന്ന് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. കാരണം അവരുടെ അനുഭവങ്ങൾ അങ്ങനെയാണ്. ഈ പറഞ്ഞ കീഴ്ശാന്തിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന് ഉണ്ടായ അനുഭവങ്ങൾ നമുക്ക് പറഞ്ഞാലും തീരാത്ത അത്രയും അനുഭവം ഉണ്ടായിട്ട്, അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ആ തിരുമേനി കാണുകയും ചെയ്തു, ആ വന്ന കുട്ടി ഗുരുവായൂരപ്പൻ തന്നെയാണ്. ഭഗവാൻ അങ്ങനെയാണ്, ഏത് സമയത്ത് ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ രൂപത്തിൽ ഏതൊക്കെ ഭാവത്തിൽ ഇങ്ങനെ വന്ന് കളിയാടുമെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. അപ്പോൾ ആ ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ അവിടുന്ന് ചെന്ന് കഴിഞ്ഞാൽ മതി ഭഗവാന്റെ ആ തേജസ്, ആ ഓറ നമ്മുടെ ഉള്ളിലേക്ക് പ്രവഹിക്കുവാൻ. അതുകൊണ്ട് തന്നെ ആ തിരുസന്നിധിയിൽ ഇങ്ങനെ ഭഗവാൻ വിളങ്ങുകയാണ്. ആ ക്ഷേത്ര പരിസരത്ത് എന്നാൽ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ ചെന്ന് തൊഴുതാൽ മാത്രം മതി ഭഗവാന്റെ കൃപാകടാക്ഷത്തിന് പാത്രമാകുവാൻ. അപ്പോൾ ഭഗവാന്റെ കൃപാകടാക്ഷം ഏവർക്കും ഉണ്ടാകട്ടെ. ലോക സമസ്ത സുഖിനോ ഭവന്തു. സർവം കൃഷ്ണാർപ്പണമസ്തു. ഹരി ഹരി ബോൾ. രാധേ രാധേ ശ്യാം.